ഇതിൻ്റെ ഔട്ട്കം ഇത്ര അടിപൊളിയായിരിക്കും എന്നുള്ളത് ഞാൻ വിചാരിച്ചേ ഉണ്ടായിരുന്നില്ല. ഞാൻ ക്യൂട്ടായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴായിരുന്നു ഞാൻ ഇതുവരെ കവായി സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടില്ല. അതായത് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, കവായി സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു എങ്കിൽ കവായി സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാമെന്നുള്ളത്. ഇതുണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇതേപോലെ പേപ്പർ കോപ്പി ആപ്പ് എടുക്കുക, അതിൻ്റെ മുകളിൽ ഇങ്ങനെ ബ്രൈറ്റ്നസ് കൂട്ടിയിട്ട് ഇതുപോലൊരു A4 പേപ്പർ എന്തെങ്കിലും വെച്ചിട്ട് ട്രേസ് ചെയ്യുക. സ്കെച്ച് ചെയ്യാമെന്ന് എനിക്ക് വന്നത്. അതെ, എന്നിട്ട് സ്കെച്ച് വെച്ചിട്ട് കളർ കൊടുക്കുക. കളർ കൊടുത്തതിന് നമുക്ക് ഇഷ്ടമുള്ള പോലെ, ഞാൻ ക്രയോൺസാണ് യൂസ് ചെയ്തത് കുറച്ചുകൂടെ ക്യൂട്ടാകാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് അതിനനുസരിച്ച് കളർ കൊടുക്കുക. കളർ കൊടുത്തു കഴിഞ്ഞിട്ട് ഭയങ്കര സിമ്പിളാണ്. ഞാനിതിൽ കൂടുതൽ യൂസ് ചെയ്തേക്കുന്നത് പിങ്ക്, ബ്ലൂ, ബ്രൗൺ ഒക്കെയാണ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുമ്പോൾ നോക്കേണ്ടത് ഭയങ്കര അറ്റത്തു കൂടെ കട്ട് ചെയ്യാതെ കുറച്ച് വൈറ്റ് പോർഷൻ വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ബട്ടർ ഷീറ്റ് എടുക്കുക. ബട്ടർ ഷീറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കുക. എന്നിട്ട് ബട്ടർ ഷീറ്റിൽ ഇതുപോലെ ഇങ്ങനെ ഇതുപോലെ എന്നല്ല, നമുക്കിഷ്ടമുള്ള ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെക്കുക. അതിൻ്റെ മുകളിൽ സെല്ലോ ടോപ്പ് ഒട്ടിക്കുക. സെല്ലോ ടോപ്പ് ഒട്ടിക്കുമ്പോൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് വേണം ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. എങ്കിലേ കറക്റ്റ് ഇതിൻ്റെ വർക്കാവത്തുള്ളൂ. ഇതെല്ലാം നമ്മൾ സെല്ലോ ടോപ്പ് ഒട്ടിച്ചിട്ട് അടുത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യം അപ്പം തന്നെ നമ്മളിത് കറക്റ്റായി. പിന്നെ നമുക്ക് ആവശ്യം വരുമ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണോ പേപ്പർ വെട്ടി, അതായത് ഭയങ്കര അറ്റത്തു കൂടെ അല്ലാതെ വെട്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഫുൾ വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനലുണ്ട്, പോയി കണ്ടു നോക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ എന്തായി എന്നുള്ളത് കമൻറ്റ് ചെയ്യും കൂടെ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ക്യൂട്ടായിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണേ.